എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പാകിസ്ഥാനി യഖ്നി പുലാവ്. ഇത് വന്നിട്ട് ചിക്കനും മട്ടനും പോത്തും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. യഖ്നി പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കുക്കറിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചേർത്ത് കൊടുക്കുന്ന സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കറുത്ത ഏലയ്ക്കും പിന്നെ ഒരു 3-4 നമ്മുടെ നോർമൽ ഏലയ്ക്ക, പിന്നെ 2-3 കഷ്ണം കറുവപ്പട്ട, പിന്നെ 3-4 ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ടയുടെ ഇലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വീതം നല്ല ജീരകവും പെരിഞ്ജീരകം, കുരുമുളകും മല്ലിയും ഇതും കൂടെ നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ 3 വലിയ ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ അരിക്ക് കണക്കായിട്ട്, ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുക്കുന്നത്, അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു 2 വിസിലടിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിലെ പ്രഷർ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അതിന് ചിക്കൻ്റെ പീസ് മാത്രം ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ചിക്കനൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന ഈ വെള്ളം അരിച്ചിട്ട് അതിലുള്ള സ്പൈസസ് ഒക്കെ കളഞ്ഞതിന് ശേഷം അതൊരു ബൗളിൽ എടുത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ യഖ്നി പുലാവ് ഉണ്ടാക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ചരുവുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിലോട്ട് ഞാൻ 3 വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. സവാള നല്ല കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്നൊരു 2-3 സ്പൂൺ നമുക്ക് മാറ്റി വെക്കണം, ലാസ്റ്റ് ദമ്മിടുമ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സവാളയിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളേൻ്റെ ഒരു കളറ് നമ്മുടെ റൈസിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഇനിയും ഇത് കുക്ക് ചെയ്യുമ്പം സവാള കരിഞ്ഞു പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് 4 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. തക്കാളി ആ സവാളയിലോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഗ്ലാസ് ഉടച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു കറുത്ത ഏലക്കയും 2 നോർമൽ ഏലക്ക, 2-3 കഷ്ണം കറുവപ്പട്ടയും ഒരു 3-4 ഗ്രാമ്പൂവും. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് ചേർത്തതിന് ശേഷം ആ മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ മസാല നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ത് അടിപൊളി മണമാണെന്നറിയാം ഇപ്പോൾ വരുന്നത്. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ മസാലയിലോട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് ഈ ചിക്കനെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴാണ് ഈ സ്പൈസസും മസാലയും ഒക്കെ നമ്മൾ ചേർത്തതൊക്കെ ചിക്കനിലോട്ട് കറക്റ്റായിട്ടൊന്ന് പിടിക്കണത്. അങ്ങനെ നമ്മുടെ യഖ്നി പുലാവിനുള്ള മസാല നമുക്ക് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആവശ്യം വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കപ്പിൽ പുളിവെള്ളമാണ്. ഏകദേശം 1 പിടിയോളം പുളി കുതിർത്തിട്ട് നമ്മൾ ഈ മീൻകറിക്കൊക്കെ പൾപ്പെടുക്കില്ല, അതുപോലെ എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ല തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ബസ്മതി റൈസാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. മുകളിൽ വെള്ളം കാണാനില്ലാത്ത രീതിയിൽ അരി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ബാക്കി അതിൽ വെന്തോളും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റോസ്റ്റ് ചെയ്ത സവാള ഉണ്ടല്ലോ,
അത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ആ ഉരുണ്ടിരിക്കുന്ന ഉണ്ട മുളകാണ് വേണ്ടത്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നോർമൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദം ചെയ്യുമ്പം എയർ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോർമലി ഗ്യാസിൽ ദം ചെയ്യുന്നത് പോലെ പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചരുവെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. പിന്നെ മുകളിൽ അടപ്പ് വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് വെക്കണം, നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അടയാൻ വേണ്ടിയിട്ട്, ഒട്ടും എയർ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലെയിം വന്നിട്ട് ആദ്യം 3 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുത്താലാണ് കറക്റ്റ് ദം ആവുന്നത്. അങ്ങനെ 8 മിനിറ്റ്സ് ദമ്മൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാകിസ്ഥാനി യഖ്നി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്താ സ്മെല്ല് എന്നറിയോ? നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. പൊതുവെ ബിരിയാണീസിലൊക്കെ വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ആയിക്കോട്ടെ. നല്ല എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.